2+2 വിദ്യാർത്ഥിനികളെയും മുംബൈയിൽ നിന്ന് കണ്ടെത്തി. മുംബൈ ചെന്നൈ എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. ലോണാവാല സ്റ്റേഷനിൽ നിന്ന് RPF കുട്ടികളെ തിരിച്ചറിഞ്ഞ് പൂനെയിൽ എത്തിച്ചു. താനൂർ പോലീസ് വിമാനമാർഗം രാവിലെ 9 മണിയോടെ മുംബൈയിലെത്തി കുട്ടികളെ കേരളത്തിലേക്ക് കൊണ്ടുവരും. വിശദാംശങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട്. ശാന്തകുമാർ, എപ്പോഴാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത്? എത്തരത്തിലായിരുന്നു ആ അന്വേഷണം? മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? സംഗീത, ഇന്ന് പുലർച്ചെ 1:30 മണിയോടുകൂടിയാണ് ഈ കുട്ടികളെ ട്രെയിനിൽ നിന്നും കണ്ടെത്തുന്നത്. അതായത് മുംബൈയിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനിലായിരുന്നു ഈ കുട്ടികളെ ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു. CRPF നേതൃത്വത്തിൽ, പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ പരിശോധന തുടരുന്നുണ്ടായിരുന്നു ഈ കുട്ടികളെ കാണാതായതുമായി ബന്ധപ്പെട്ട്. അങ്ങനെയാണ് ഈ CRPF തന്നെയാണ് ഈ കുട്ടികളെ ട്രെയിനിൽ നിന്നും കണ്ടെത്തുന്നത്. ഇവരെ മലയാളികളാണെന്നും ഇവരുടെ പേരും വിവരങ്ങളും എല്ലാം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് കുട്ടികളെ ഇപ്പോൾ ഇന്നലെ ഒരു 2 മണിയോടുകൂടി തന്നെ പൂനെയിലെത്തിച്ചു. പൂനെ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ കുട്ടികളുള്ളത്. അവിടെ CRPFന്റെ കസ്റ്റഡിയിലാണ്. കേരള പോലീസുമായി, താനൂരിലെ പോലീസുമായി ഇവർ ബന്ധപ്പെടുകയും ഈ പോലീസ് ഇന്ന് രാവിലെ 6 മണിക്കാണ് ഇവിടെ നിന്ന് വിമാനമാർഗം മുംബൈയിലേക്ക് പോകുന്നത്. ഇന്ന് തന്നെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ 2 കുട്ടികളെയും, ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് പോയ 2 കുട്ടികളെയും പരീക്ഷ എഴുതാതെ ഇവർ ഇവിടെ നിന്നും പോകുന്ന ട്രെയിൻ വഴി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിലേറെ ദുരൂഹതകളെല്ലാം ഉണ്ടായിരുന്നു. ഒപ്പം ഒരു ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട മഞ്ചേരി സ്വദേശിയായ ഒരു യുവാവിനൊപ്പമാണ് പോയത് എന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. ആ യുവാവുമായി ബന്ധപ്പെട്ടപ്പോൾ യുവാവ് ട്രെയിൻ യാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ബോംബെയിൽ ഇറങ്ങിയ ശേഷം ഇവർ വേർപെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് ഇത് കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമാവുകയും ഒക്കെ ചെയ്തത്. ഇതിൽ ഇപ്പോൾ CRPFും പോലീസും വലിയ തോതിൽ പരിശോധന നടത്തുകയും മലയാളികളുടെ നേതൃത്വത്തിൽ, മുംബൈയിലെ മലയാളി അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള അന്വേഷണം നടത്തുകയും തുടർന്നു. അങ്ങനെയാണ് ഇന്ന് പുലർച്ചെ 1:30 മണിയോടുകൂടി ഈ കുട്ടികളെ ചെന്നൈ മുംബൈ എക്സ്പ്രസ് ട്രെയിനിൽ നിന്നും കണ്ടെത്തുന്ന ലോണാവാല സ്റ്റേഷനിൽ വെച്ച് CRPF നടത്തിയ പരിശോധനയിൽ കുട്ടികളെ അവിടെ ഇറക്കുകയായിരുന്നു. തുടർന്ന് അവർ നേരെ പൂനെയിലേക്കും ആണ്. ഇപ്പോൾ പൂനെ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോഴുള്ളത്. സംഗീതം. തീർച്ചയായും ശാന്തകുമാർ, എന്താണെങ്കിലും ആശ്വാസജനകമായ ഒരു വാർത്ത തന്നെയാണത്. എന്നിരുന്നാൽ പോലും ഈ പെൺകുട്ടികൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര ദൂരം അധികം സഞ്ചരിച്ച് അവർ എക്സാം ഒക്കെ കളഞ്ഞ് പോയതെന്നുള്ള ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയല്ലേ? അത് സംബന്ധിച്ച് എന്താണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം? ഈ ഫാത്തിമ ഷഹദ പറയുന്ന +2 വിദ്യാർത്ഥിനിയുടെ വീട്ടിലെ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കാരണമാണ് പോകുന്നത് എന്നാണ് ഈ മഞ്ചേരി സ്വദേശിയായ റഹീം അസ്ലാമിനോട് പറഞ്ഞ. ഇവർ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയം മാത്രമാണ് ഉള്ളത്. താൻ വീട് വിട്ടു പോവുകയാണെന്ന് ഈ റഹീം അസ്ലാമിനോട് പറഞ്ഞിരുന്നു. പക്ഷേ റഹീം അസ്ലാമിനെ പിന്തിരിപ്പിക്കാൻ പലവട്ടം ശ്രമിച്ചു. ഫോണിലൂടെ നിരവധി തവണ സംസാരിച്ചതാണ്. പക്ഷേ ആ കുട്ടി അതിന് തയ്യാറായില്ല എന്നാണ് ഇന്നലെ രാത്രി തന്നെ നമ്മൾ ഈ റഹീം മുസ്ലിമിന്റെ മഞ്ചേരിയിലെ വീട്ടിൽ പോയി അവരുടെ ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് ഇത്ര സങ്കീർണമായ പ്രശ്നങ്ങളാണ് ആവും എന്നുള്ളത് അവർക്കും അങ്ങനെ ധാരണ ഉണ്ടായിരുന്നില്ല. ഈ ഷഹദയുടെ നിർബന്ധപ്രകാരം ആണ് ഈ അസ്ലാമിനെയും മുംബൈയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ ഈ ബന്ധുക്കളും പറയുന്നത്. ഷഹദയുടെ കൂടെ തന്നെ സഹപാഠിയായിട്ടുള്ള അശ്വതിയും കൂടെയുണ്ട്. അശ്വതി ഈ ഷഹദയ്ക്ക് സഹായമായിട്ടാണ് ഒപ്പം പോയത്. വലിയ സഹായത്തിന് വേണ്ടി ഒപ്പം നാട് വിടണം എന്നുള്ള കുട്ടിയുടെ ആവശ്യത്തിന്റെ പിന്നാലെ ഈ കുട്ടി കൂടി ഒപ്പം നിൽക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, ഷഹദയുടെ വീട്ടിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇവിടെ നാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് തുടർ നടപടിയിലേക്ക് പോകാനാണ് താനൂർ DYSP നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സംഗീത. ശാന്തകുമാർ, ഈ കഴിഞ്ഞ ദിവസം മുതൽ ഈ പെൺകുട്ടികളെ കാണാതായി എന്നറിയുന്ന ആ സമയം മുതൽ ഈ അന്വേഷണം എത്തരത്തിലായിരുന്നു പുരോഗമിച്ചത്? നിരവധി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് മൊബൈൽ ടവർ പരിശോധനയടക്കം നടത്തിക്കൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് എത്തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ നീക്കങ്ങൾ?
കഴിഞ്ഞ ബുധനാഴ്ച +2 പരീക്ഷയുണ്ട്. ഈ പരീക്ഷയ്ക്ക് കുട്ടികൾ ഹാജരാവാത്തതിനെ തുടർന്ന് അധ്യാപിക വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോഴാണ് ഈ കുട്ടികൾ പരീക്ഷയ്ക്ക് പോയിട്ടില്ല എന്നുള്ളത് വീട്ടുകാരും അറിയുന്നത്. തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തുന്നത്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവരുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ട്രെയിൻ വഴി ആ സമയത്ത് 12:00 കഴിഞ്ഞ ബുധനാഴ്ച ഇവർ തിരൂരിൽ നിന്നും യാത്ര തിരിച്ചിട്ടുണ്ട് എന്നാണ് പിന്നീട് പോലീസിന് മനസ്സിലായത്. ഇവരുടെ പക്കൽ രണ്ടുപേരുടെ പക്കലും മൊബൈൽ ഫോണുകളുണ്ട്. പക്ഷേ ഈ മൊബൈൽ ഫോണുകൾ പല ഘട്ടങ്ങളായി ഓഫ് ചെയ്തിരുന്നു. അതിനിടയിൽ ഒരിക്കൽ മാത്രമാണ് ഇത് ഓൺ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ മഞ്ചേരി സ്വദേശിയായ ഒരു യുവാവിന്റെ ഒരു ഫോൺ നമ്പറിൽ നിന്ന് നിരന്തരം ഫോൺ കോളുകൾ ഈ 2 നമ്പറിലേക്കും ഫോൺ കോളുകൾ വന്നതായി കണ്ടെത്തിയിരുന്നു. പിന്നീട് ആണ് ഈ മഞ്ചേരി സ്വദേശിയായ യുവാവിനെ റഹീമിനെ പോലീസ് നിരന്തരം ബന്ധപ്പെടുന്നത്. അപ്പോഴാണ് ഇവർ മുംബൈക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇതിനിടയിൽ ഇത് വലിയ വാർത്തയാവുകയും വിവാദമാവുകയും ചെയ്തപ്പോൾ റഹീം തന്നെ ഈ പെൺകുട്ടികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ ഫാത്തിമ ഷഹദ ഒരു കാരണവശാലും ഇനി വീട്ടിലേക്കില്ല എന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നു. അങ്ങനെ നിർബന്ധപൂർവം ഈ റഹീമിനും ഇവരുടെ കൂടെ പോകേണ്ട സാഹചര്യം ഉണ്ടാവുക എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് ഇവർ മുംബൈയിൽ എത്തുന്നത്. ഇതിനിടയിൽ വലിയ തോതിലുള്ള അന്വേഷണം എല്ലാം നടത്തി ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി ഇവർ മുംബൈയിൽ എത്തിയിരുന്നു. അതിനുശേഷം 2 മണിക്കാണ് CST സ്റ്റേഷനടുത്തുള്ള ഒരു സലൂണിൽ കയറി ഇവർ മുടി സ്ട്രൈറ്റൻ ചെയ്യുകയും മുടി കുറെ ട്രീറ്റ്മെന്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് ഒരു മലയാളിയുടെ തന്നെ സലൂൺ ആയിരുന്നു. അവർ ഇക്കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞപ്പോൾ ചില സംശയകരമായ സാഹചര്യങ്ങൾ ഉണ്ടായി. പക്ഷേ ഇവർ ഒരു വിവാഹത്തിന് വന്നാണെന്ന് പറഞ്ഞ് അവർ വിശ്വസിക്കുകയും തങ്ങളെ കൊണ്ടുപോകാൻ ആള് വരും എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയും ചെയ്തപ്പോൾ അവർ അതിൽ നിന്ന് മറ്റ് നടപടികളിലേക്കും പോയില്ല. പക്ഷേ ഇത് വാർത്തകൾ നിറയുകയും എല്ലാം ചെയ്തപ്പോഴാണ് ഈ സലൂൺ ഉടമയായ മലയാളിയും ഇക്കാര്യത്തിൽ പ്രതികരണമായി രംഗത്തെത്തിയത്. തുടർന്നാണ് ഇവരെ മുംബൈ CST സ്റ്റേഷന് സമീപത്ത് വലിയ തോതിൽ പരിശോധനയും അന്വേഷണവും എല്ലാം മലയാളി അസോസിയേഷൻ നേതൃത്വത്തിലും പോലീസിന്റെ നേതൃത്വത്തിലും എല്ലാം തുടർന്നത്. ആ അന്വേഷണത്തിലൊന്നും കണ്ടെത്താനായില്ല. പിന്നെ രാത്രിയാണ് ഇവർ ഒരു ട്രെയിനിൽ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായത്. അവർ മുംബൈയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള ട്രെയിനിലാണ്. അവർക്ക് അതൊരു ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. ഇവർക്ക് ഹിന്ദി ഒട്ടും അറിയില്ല, സംസാരിക്കാൻ ഒട്ടും അറിയില്ല എന്നുള്ളത് ഈ മുംബൈയിലെ സലൂൺ ഉടമ തന്നെ പറയുകയുണ്ടായി. ഇവരുടെ അടുത്ത് ആവശ്യത്തിന് പണമുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ പണം ഇവരുടെ കൈവശമുണ്ട് എന്നും ഈ സലൂൺ ഉടമ പോലീസിനെ അറിയിക്കുകയുണ്ടായി. ഇവയെല്ലാം ഇത്രയും പണം എല്ലാം എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതെല്ലാം സംശയകരമായി തന്നെ നിലനിൽക്കുന്നു. ഈ സമയത്ത് തന്നെ ഈ ഒപ്പം പോയിട്ടുള്ള മഞ്ചേരി സ്വദേശിയായ യുവാവ് റഹീം ഇവരിൽ നിന്ന് വേർപിരിയുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് ഇവർ രണ്ടുപേരും, ഈ 2 പെൺകുട്ടികൾ മാത്രം ചെന്നൈയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് ഇവര് ലോണാവാല സ്റ്റേഷനിൽ വെച്ച് CRPF നേതൃത്വത്തിൽ ഉള്ള പോലീസ് സംഘം കണ്ടെത്തുകയും അവരെ പൂനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ച് CRPFന്റെ കസ്റ്റഡിയിലാവുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സംഗീത ശാന്തകുമാർ, ഇപ്പോൾ പെൺകുട്ടികൾ എവിടെയാണുള്ളത്? ഒപ്പം അവരെ രാവിലെ തന്നെ കേരളത്തിൽ നിന്നുള്ള സംഘം ചെല്ലുകയും അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തുന്നുവെന്നും മനസ്സിലാക്കുന്നു. അത് എത്തരത്തിലാണ് കാര്യങ്ങൾ? ഇന്നലെ തന്നെ ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കി അന്വേഷണ സംഘം കേരളത്തിൽ നിന്നും താനൂർ പോലീസ് മുംബൈയിലേക്ക് പോകാൻ തീരുമാനിച്ചതാണ്. അന്വേഷണം നടക്കുകയും ഒപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഇവരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൈബർ സെല്ലിന്റെ എല്ലാ സഹായത്തോടു കൂടി കേരള പോലീസിന് മനസ്സിലാവുകയും ചെയ്തിരുന്ന യാത്ര നീട്ടിവെക്കുകയായിരുന്നു. പിന്നീടാണ് ഇവരെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് വിമാനമാർഗം വഴിയാണ് ഇന്ന് 4 പോലീസ്, ഒരു വനിതാ പോലീസ് ഉൾപ്പെടെ 4 പോലീസുകാർ ഇപ്പോൾ മുംബൈയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോകുന്ന വിമാനത്തിലാണ് പോകുന്നത്. അത് 8:30 മുംബൈയിലെത്തും. അതിനുശേഷം പൂനെയിലെത്തി ഒരു 12 മണിയോടുകൂടി പൂനെ റെയിൽവേ സ്റ്റേഷനിലെത്തി CRPF നിന്ന് ഈ കുട്ടികളെ വീണ്ടെടുക്കാൻ കഴിയില്ല. അവരിൽ നിന്ന് ഈ കുട്ടികളെ ഏറ്റുവാങ്ങി തുടർ നടപടികളുമായി കേരളത്തിലേക്ക് തിരിച്ചു പോരാൻ തന്നെയാണ് ഇപ്പോൾ കേരള പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ ഔദ്യോഗികമായി CRPFിൽ നിന്ന് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് മാത്രമായാണ് ഇപ്പോൾ കേരള പോലീസ് ഉച്ചയോടുകൂടി ഏകദേശം ഒരു 12 മണിയോടുകൂടി പൂനെയിൽ എത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്.
ശാന്തകുമാർ, തീർച്ചയായും ആശ്വാസകരമായ ഒരു കാര്യമാണ്. എന്താണെങ്കിലും വളരെ സുരക്ഷിതരായി തന്നെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞു. അവരിപ്പോൾ സുരക്ഷിതമായൊരു ഇടത്തുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് കുടുംബത്തിന്, അവരുടെ സുഹൃത്തുക്കൾക്ക് ഒക്കെ. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയധികം ദൂരം തനിച്ച് യാത്ര ചെയ്യാൻ എന്ത് ലക്ഷ്യത്തിലേക്ക് അവർ പോകുന്നു എന്നുള്ളതിൽ ഒരു വലിയ ദുരൂഹത അവശേഷിക്കുന്നുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ, അവരുടെ മറ്റു കാര്യങ്ങൾ എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ 16-15 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടികൾ ഇത്രയധികം ദൂരം സഞ്ചരിച്ച് മറ്റൊരിടത്തേക്ക്, തീർത്തും പരിചയമില്ലാത്ത ഒരിടത്തേക്ക് മുന്നൊരുക്കങ്ങളോടുകൂടി യാത്ര ചെയ്യുന്നത്. അതിനെ എത്തരത്തിൽ നോക്കിക്കാണാം? ഇത് പോലീസ് പറയുന്ന അവരുടെ അതിലൊരു വേർഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുട്ടിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയം മാത്രമാണ് ഈ മഞ്ചേരി സ്വദേശിയ യുവാവുമായുള്ളത്. ഇവർ തമ്മിൽ പരസ്പരം നേരത്തെ കാണുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ചാറ്റിങ്ങും ഒപ്പം തന്നെ ടെലിഫോൺ വഴിയുള്ള ഈ സംഭാഷണവും മാത്രമാണ്, ഫോൺ വഴിയുള്ള സംഭാഷണവും മാത്രമാണ്. അങ്ങനെയാണ് ഇവരുടെ സൗഹൃദം വളരെ വലിയൊരു സൗഹൃദത്തിലേക്ക് എത്തുന്നത്. ആ സൗഹൃദത്തിന്റെ മുകളിലാണ് ഇവർ ഈ സഹായം അഭ്യർത്ഥിക്കുകയും ആ സഹായത്തിന് ഈ മഞ്ചേരി സ്വദേശിയായ റഹീമിനെ ആ സഹായത്തിന് ഒപ്പം നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടാവുന്നത്. സംഗീത സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു യാത്ര ചെയ്യാനുള്ള ധൈര്യവുമെല്ലാം ഈ പുതിയൊരു കാലഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സോഷ്യൽ മീഡിയ വഴി ഉള്ള ചില അവർ സോഷ്യൽ മീഡിയ കണ്ടു ഇല്ലെങ്കിൽ മനസ്സിലാക്കിയുമുള്ള ചില ധൈര്യത്തിന്റെ ബോളിൽ മാത്രമാണ് അവർ ഇത്തരത്തിലുള്ള യാത്ര ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഈ കാര്യം തന്നെയാണ് പോലീസും പങ്കുവയ്ക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ +2 പരീക്ഷ നടക്കുന്ന ഒരു സമയമാണ്. +2 പരീക്ഷയ്ക്ക് ഹാജരാകാതെ, പരീക്ഷയിൽ രണ്ടുപേരും പങ്കെടുക്കാൻ കഴിയാതെ അവർ ഒരു നാട് വിടുന്ന സാഹചര്യം ഉണ്ടാവുന്നത് വലിയ തോതിൽ, വലിയ വിധത്തിൽ ഒരു കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ളവ നടത്തി അവരെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസും പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. സംഗീതം. തീർച്ചയായും ശാന്തകുമാർ വെള്ളാലത്താനം വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.